മാ മിൻ മുസ്ലിമിൻ യഖ്രിദു മുസ്ലിമൻ ഖർദൻ മർറതൈൻ ഇല്ലാ കാന കസദഖത്തിൻ മർറ. കടം കൊടുക്കുന്നത് നന്മയുടെ വഴികളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ദാനം ചെയ്യുന്ന പോലെ തന്നെ കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുന്നത്. മാ മിൻ മുസ്ലിമിൻ യുഖ്രിദു മുസ്ലിമൻ ഖർദാ. നിങ്ങളുടെ കൂട്ടുകാരനായ ഒരു മുസ്ലിമിന് നിങ്ങളൊരു കടമായി നൽകുകയാണെങ്കിൽ 2 തവണ കൊടുത്തു 1000 വെച്ചിട്ട്, ആ ഒരു തവണ നിങ്ങൾ നൽകിയത് ദാനം ചെയ്ത കൂലിയാണ്. റസൂലുള്ളാഹി നിങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ 2 തവണ കടം കൊടുത്താൽ അതിലൊന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അത് നിങ്ങളുടെ ഹക്കാണ്, നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ പോലും ദാനത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. വമൻ അൻളറ മുഅ്സിറൻ, പൈസ നിങ്ങൾ കടം കൊടുത്തു, പക്ഷെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല, പ്രയാസത്തിലാണ്. അങ്ങനെ പ്രയാസത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയോ ഔ വളഅ അൻഹു, അല്ലെങ്കിൽ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കടം നിങ്ങൾ വൈവ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ, ഒഴിവാക്കി കൊടുത്താൽ, അദല്ലഹുല്ലാഹു ഫീ ദുല്ലിഹി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലഹ്, അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹ്ശറയുടെ മൈതാനത്ത് അല്ലാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുതലാളിമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അവരെന്ന് കടം വാങ്ങിച്ചു പോയവർ പ്രയാസത്തിലാണെങ്കിൽ, അവർക്കത് വീട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുണ്ടോ? 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ അവർക്ക് തരാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കുക, അല്ലേ നിങ്ങൾ തരേണ്ടതില്ല എന്ന് പറയാ. ഇത് 2നും കൂലിയാണ്. നിങ്ങൾക്ക് തരേണ്ട ദാനം, നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ട് ആ മനുഷ്യൻ നിങ്ങൾക്കത് തിരിച്ചു തന്നില്ലെങ്കിൽ, ഏറെ വരുന്ന ഓരോ ദിവസവും ആ കൊടുത്ത പൈസ നിങ്ങൾ ദാനം ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നും പരിശുദ്ധ ഹദീസിലുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഇന്നലെയായിരുന്നു, ആള് തന്നില്ല. 1 ലക്ഷം രൂപ നിങ്ങൾ കടം കൊടുത്തത്, അത് ഇന്നലെ കിട്ടേണ്ടതാ, കിട്ടിയില്ല. ഇന്നു മുതൽ എത്ര ദിവസം അത് ഡിലേ വരുന്നോ ആ ഓരോ ദിവസവും 1 ലക്ഷം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മഹല്ലുകളിലൊക്കെ പലിശരഹിത വായ്പാ പദ്ധതികളൊക്കെ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആരംഭിക്കണം അതൊക്കെ. കാരണം ഏതിനും തൊട്ടതിനും പിടിച്ചതിനും പണയപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് ഓടുന്ന ഒരു കാലമാണ്. പച്ചയായ ഹറാം, ഒരു സംശയമില്ല. പലിശ എത്ര കുറവുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. കോട്ടൊക്കെ പോണോ, ചെമ്മാട്ട ബാങ്ക് പോണോ, തിരങ്ങാടി പോണോ, അങ്ങനെ നമ്മൾ ആലോചിക്കുക. എന്തേ അവിടെ ഇച്ചിരി കുറവുണ്ട്? ഈ കുറവെന്ത്? പലിശയിൽ കുറവുണ്ട്. പലിശ ഇല്ലാന്നല്ല, പലിശ ചെറുതും വലുതും പലിശ തന്നെയാണ്. ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് പറയാം, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ബാങ്കിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്, എന്നാലും അത് ഹറാമാണ്. ഹറാം തന്നെയല്ലേ, നമുക്ക് പൊരുത്താന്ന് വിചാരിച്ചിട്ട് അല്ലാഹു വേണ്ടെന്ന് പറഞ്ഞത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൊക്കെ ഈ പലിശരഹിത വായ്പാ പദ്ധതികൾ, അതിന്റെ ചില റൂൾസ് ആൻഡ് റുട്ടീൻസ്, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും വായ്പ എടുക്കാൻ പറ്റുന്ന വിധം, ഒരാൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഒരു പലിശയിലേക്ക് തള്ളിവിടാത്ത രീതിയിൽ അതിനെ സഹായിക്കണം. അതിനുള്ള സംവിധാനം നമ്മുടെ മഹല്ലുകളൊക്കെ ഒന്ന് ആലോചിക്കണം, അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. സുഹൈൽ ബക്കറ്റേറ്റ് വന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ ചെലവും അത് കഴിഞ്ഞ് നമുക്ക് മദ്രസയുടെ കെട്ടിട നിർമ്മാണവും ഒക്കെ നടക്കാൻ പോവാണ്. എല്ലാവരും ഇപ്പൊ നിങ്ങൾ മദ്രസ കൊടുക്കാനുള്ള കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാലും ആ വിഷയം അറിയിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകർ വന്ന് കാണുമ്പോഴേ കാര്യമായിട്ട് ആ വിഷയത്തിൽ സഹായിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പദ്ധതി ഒരു ഭാരവുമില്ലാതെ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട്. നമ്മളെ കടന്നു സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. അല്ലാഹു അവർക്കൊക്കെ നീ വലിയ നിഅമത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ചവർ, അല്ലാഹുവേ, നാളെ സിറാത്തിൽ നീ അവരെ കൈപിടിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിലെത്താനുള്ള ഭാഗ്യം അവർക്കും കൂടെ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. നമ്മൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ, അത് വലിയൊരു നിഅമത്താണ്. ആളുകൾ കടം വാങ്ങിച്ച് ആ കടം തിരിച്ചു കൊടുക്കാതെ വന്നതിന്റെ പേരിൽ എത്രയോ മുതലാളിമാർക്ക് കടം കൊടുക്കാൻ മടി വന്നിട്ടുണ്ട്. എന്തേ? കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല.
അത് തിരിച്ചു തരാൻ വേണ്ടിയല്ല ആളുകൾ വാങ്ങിക്കുന്നത്. വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയുമില്ല. പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ? കൊടുത്ത ആള്. വാങ്ങിച്ചാലാണ് ടെൻഷൻ അടിക്കേണ്ടത്, പക്ഷെ കൊടുത്ത ആൾക്ക് എപ്പോ ടെൻഷൻ? ചോദിച്ചാൽ പ്രശ്നമായി. നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ, അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായിട്ട് മാറാണ്. ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത്? അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? അതുകൊണ്ട് അത് ധിക്കാരമാണ്. ഒരു ഫഖീറായ മനുഷ്യൻ ധിക്കരിക്കുന്ന അള്ളാഹുവിന് വെറുപ്പാണ്. അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് അൽ ആയിലുൽ മുസ്തക്ബിർ. 5 പൈസ കയ്യിലില്ല, പക്ഷെ അഹങ്കാരം ഒരുപാടാണ്. അത്തരം ആളുകൾ അതിങ്ങനെയാണ്. കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോ മാന്യമായി സൗമ്യമായി ഒരൽപ്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ മെക്കിട്ട് കയറുകയോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിണങ്ങുകയോ ചെയ്യുന്നത് നന്ദികേടാണ്. മിനിമം അത് നന്ദികേടാണ്. നന്ദികേട് അല്ലാഹുവിന് ഇഷ്ടമല്ല. മല്ലം യശ്കുരിന്നാസ ഫലം യശ്കുരില്ലാ. ജനങ്ങളോട് നന്ദി പറയാത്തവൻ അല്ലാഹുവിനോട് നന്ദി പറയുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നന്മയുടെ വഴികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടാണ്. നമ്മൾ മുഅ്മിനീങ്ങൾ പരസ്പരം ജീവൻ അവസാനിക്കുന്നത് വരെ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ഒരു മുഅ്മിനായ മനുഷ്യനോട് ബാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.